ശ്രീ എന്നെ നെല്ലിക്കുന്ന്. സർ, കണ്ണീരും കൈയുമായി കഴിയുന്ന കാസർകോട്ടെ കവുങ്ങ് കർഷകരുടെ കഥയാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ സർക്കാരിൻ്റെ വിശിഷ്യ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നേരം പുലരുന്നതിന് മുമ്പ് തോട്ടത്തിൽ ചെന്ന് കവുങ്ങിന് വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്യുന്ന കർഷകർക്ക് ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഉള്ളത്. കനത്ത മഴ കവുങ്ങ് കർഷകരുടെ കരളിൽ വിഷാദത്തിൻ്റെ കരിനീല തടാകമാണ് സർ ഇപ്പോൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. നിർത്താതെ പെയ്ത മഴയിൽ തോട്ടങ്ങളിൽ മഹാളി രോഗം പിടിപെട്ട് അടക്കകൾ ഒന്നാകെ പൊഴിയാൻ തുടങ്ങിയതോടെയാണ് കവുങ്ങ് കർഷകരുടെ പ്രതീക്ഷകൾ തകർന്ന് തെരിപ്പണമായത്. മിക്ക തോട്ടങ്ങളിലും ഭൂരിഭാഗം അടക്കകളും മഹാളി ബാധിച്ച് കൊഴിഞ്ഞു കഴിഞ്ഞു. മഹാളിക്ക് പുറമെ ഇത്തവണ ഇലപ്പുള്ളി രോഗം കൂടി വന്നെത്തിയിട്ടുണ്ട്. കാറ്റിലും വെള്ളത്തിലും കൂടി കടന്ന് ഉൽപ്പാദനശേഷി കുറക്കുന്ന രോഗമാണിത്. മൂപ്പത്താത്ത അടക്കകൾ വീണ് കിടക്കുന്നത് കാണാനുള്ള കരുത്തില്ലാത്തതിനാൽ തോട്ടത്തിൽ പോകാൻ പോലും കഴിയുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. മുൻകാലങ്ങളിൽ കൃത്യമായി ബോഡോ മിശ്രിതം തളിച്ചാൽ മഹാളിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാമായിരുന്നു. നിലവിൽ ഏത് മരുന്ന് തളിച്ചിട്ടും കാര്യമില്ല. തിമിർത്തി പെയ്ത മഴയാണ് മഹാളി വ്യാപകമാകാൻ കാരണം. തുടർച്ചയായുള്ള മഴ കാരണം പൂങ്കുലയടക്കം ചീഞ്ഞ് നശിച്ചു. കാലാവസ്ഥ വ്യതിയാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ വിപത്തും ഭീഷണിയുമാണ്. അവർ ദുരിതങ്ങളുടെ എരിതിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അവരെ രക്ഷിക്കാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. ഞാൻ ചില നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്ന്, ചെറുകിട വൻകിട അടക്ക കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം. മറ്റൊന്ന്, പലിശ ഒഴിവാക്കി കാർഷിക വായ്പകൾക്ക് 3 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. മൂന്നാമത്, സമയത്ത് കീടനാശിനി തെളിക്കാനും അടക്ക പറിക്കാനും സഹായകമായ കാർബൺ ഫൈബർ ധോത്തീസ് അത് വാങ്ങാൻ സബ്സിഡി നൽകണം. ഇതിന് 32 ഫീറ്റ് കാർബൺ ഫൈബർ ധോത്തിക്ക് 16,500 രൂപ വിലയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. വൻകിട ചെറുകിട കർഷകർക്ക് 4 ഏക്കർ വരെയുള്ള വൈദ്യുതി സൗജന്യമായി തുടരണം. KSEBക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് കൃഷിഭവൻ അടച്ചു തീർക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ കർഷകർക്ക് സബ്സിഡി നൽകണം. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ട് കവുങ്ങ് കർഷകരെ, പ്രത്യേകിച്ച് കാസർകോട്ടെ കവുങ്ങ് കർഷകരെ അങ്ങ് രക്ഷപ്പെടുത്തണം എന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്. സർ, അതിമനോഹരമായ വാക്കുകളിലാണ് ആദരണീയനായ MLA ശ്രീ എന്നെ നെല്ലിക്കുന്ന് ഗൗരവതരമായ ഒരു വിഷയത്തെ ഇവിടെ അവതരിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 40,000-ലധികം കർഷകർ കവുങ്ങ് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 21,425 ഹെക്ടർ പ്രദേശത്താണ് കവുങ്ങ് കൃഷി ഉള്ളത്. ജില്ലയിൽ ഇലപ്പുള്ളി രോഗം, മഞ്ഞളിപ്പ്, മഹാളി, പൂങ്കുല കരിച്ചിൽ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ മൂലം കവുങ്ങ് കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് ഈ പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലയിലെ MLA-മാരുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ, കൃഷി ശാസ്ത്രജ്ഞർ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം 24/3/2021 വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗം കൈക്കൊണ്ട തീരുമാനപ്രകാരം നടപടികൾ കൈക്കൊണ്ടുവരികയാണ്. കവുങ്ങ് കൃഷി പ്രോത്സാഹനത്തിനായി സമർപ്പിച്ച വ്യക്തിഗത പ്രോജക്റ്റുകൾ കർഷക ഉൽപ്പാദക സംഘടനകൾ, കൃഷിക്കൂട്ടങ്ങൾ മുതലായ കാർഷിക കൂട്ടായ്മകളിൽ കൂടി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും, നമ്മളന്ന് വ്യക്തികളുടെ കാര്യത്തിനകത്ത് കാസർഗോഡ് പാക്കേജിനകത്ത് വ്യക്തികൾക്കായി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അടിസ്ഥാനത്തിൽ FPOകൾ, കൃഷിക്കൂട്ടങ്ങൾ എന്നിവയിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 11.04 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി അംഗീകാരത്തിന് സമർപ്പിച്ച് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കവുങ്ങ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സഹായകരമാകുന്ന പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനും രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിനും അങ്ങിവിടെ നേരത്തെ സൂചിപ്പിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കൃഷി വകുപ്പ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാർഷിക സർവകലാശാല എന്നിവയിലെ കൃഷി ശാസ്ത്രജ്ഞർ, കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിള നിരീക്ഷണ ഉപദേശക സംവിധാനങ്ങളിലൂടെയും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ശില്പശാലകൾ എന്നിവയിലൂടെയും കർഷകർക്ക് കൃത്യമായ ഉപദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട്. കവുങ്ങ് കൃഷിയെ സംബന്ധിച്ചുള്ള വിപുലമായൊരു ബോധവൽക്കരണ പരിപാടി 5/5/2021 ബദിയടക്കയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കൂടാതെ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ രോഗബാധിത കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും ചർച്ചാ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും സാമ്പിളുകൾ പരിശോധിച്ച് കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലുള്ള കവുങ്ങുകളിൽ ഇലപ്പുള്ളി രോഗത്തിൻ്റെ വ്യാപനം തടയുന്നതിനുള്ള സംയുക്ത പ്രവർത്തനം ദക്ഷിണ കർണാടകയിലെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് നടപ്പിലാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.
കൃഷിക്കൂട്ടങ്ങളെയും കാർഷിക ഗ്രൂപ്പുകളെയും ശാക്തീകരിച്ചുകൊണ്ട് പ്രകൃതി കൃഷി രീതിയിൽ കവുങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുവാനുള്ള നടപടികൾ പ്രകൃതി കൃഷി സബ്മിഷൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. അത് കൃഷ്ണൻകുട്ടിയേട്ടന് മനസ്സിലാക്കാൻ ആന്ധ്രയിൽ അക്കാര്യത്തിൽ വിജയകരമായി മാവടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് രോഗങ്ങൾ വന്നിടത്ത് അവർക്കത് പ്രയോജനമായതുകൊണ്ട് ഇവിടെ അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിനും ആ തരത്തിൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ വിജയകരമായി നടപ്പിലായതിൻ്റെ ഭാഗമാണ് അങ്ങേപ്പോലുള്ളവർ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അതെ അതെ സംസ്ഥാന അതാണെങ്കിൽ അദ്ദേഹം അവിടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിലും കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലും ഉൾപ്പെടുത്തി വിളനഷ്ടത്തിന് പരിരക്ഷ നൽകുന്നുണ്ട്. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് കർഷകന് അർഹതയുണ്ട്. 24-25 വർഷം 5766 കർഷകരുടെ 1467.45 ഹെക്ടർ കവുങ്ങ് കൃഷി കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുന്നതിനുള്ള ക്യാമ്പയിനുകൾ നടത്തി വരുന്നുണ്ട്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയുമായി ചേർന്ന് കവുങ്ങ് കൃഷി പരിപാലനത്തിനായി വിവിധ പിന്തുണകൾ നൽകി വരുന്നു. കാസർഗോഡ് ജില്ലയിലെ 35 കൃഷിഭവനുകൾ മുഖേന 4.49 കോടി രൂപയുടെ ഉൽപ്പാദനോപാധികൾ ഇതിൻ്റെ ഭാഗമായി കർഷകർക്ക് വിതരണം നടത്തി വരുന്നുണ്ട്. രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിന് കവുങ്ങ് കർഷകർക്ക് ലഭ്യമാകുന്ന സഹായം നിലവിലെ നിശ്ചിതമായ സ്ഥലപരിധി കണക്കിലെടുക്കാതെ നടപ്പിലാക്കുന്ന കാര്യവും അത് നമ്മൾ യോഗത്തിൽ പറഞ്ഞതാണ്. സ്ഥലപരിധിയുടെ പരിധി വച്ചിട്ട് സഹായം കിട്ടാത്തതിൻ്റെ കാര്യം, ആ പ്രശ്നം പരിഹരിക്കുന്നതിനും കവുങ്ങ് കർഷകരുടെ കടബാധ്യതകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സംബന്ധിച്ച വിഷയവും സർക്കാർ പരിശോധിച്ചു വരികയാണ്. കാസർഗോഡ് വികസന പാക്കേജ് പദ്ധതിയിൽ കവുങ്ങ് കൃഷി പ്രോത്സാഹനത്തിനായുള്ള ഘടകം ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവരുന്നു. കവുങ്ങ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി കൃഷി വകുപ്പ് ഇടപെട്ട് വരുന്നുണ്ട്. വിഷയത്തിൽ തുടർന്നും അവലോകന യോഗങ്ങൾ സംഘടിപ്പിച്ച് കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ സഭാ സമ്മേളന സമയത്ത് വീണ്ടും കാസർഗോഡ് ജില്ലയിലെ MLA-മാരും കൃഷി ശാസ്ത്രജ്ഞരും ജില്ലാ കളക്ടറും എല്ലാമായി ചേർന്നുള്ള യോഗം അങ്ങയുടെ കൂടി സൗകര്യവും സമയവും നിശ്ചയിച്ച് നമുക്ക് യോഗം ചേരാവുന്നതാണ്. നടപ്പിലാക്കിയ കാര്യങ്ങൾ, തീരുമാനിച്ച കാര്യങ്ങൾ എത്രമാത്രം നടപ്പിലാക്കിയെന്നുള്ളത് നമുക്ക് അവലോകനം ചെയ്യാം. കൂടുതൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും പരിഗണിക്കുന്നതായിരിക്കും. കർഷകർക്ക് സഹായകമാവുന്ന, കാസർകോട്ടെ കവുങ്ങ് കർഷകർക്ക് സഹായകമാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്.